പലിശ 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 എന്ന് പറഞ്ഞിട്ട് എത്രയോ നമ്മൾ കേട്ടോ. എന്നിട്ട് നമ്മൾ പലിശയിൽ നിന്ന് മാറിയില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പറയാതെ പറയുകയോ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു പോകാതിരിക്കുകയോ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇത് ഏതാനും വിശ്വാസികൾക്ക് മാത്രമാണ് ഈ പലിശയുടെ നിരോധനം, ഈ പലിശ സമ്പ്രദായത്തിൽ നിന്ന് അകലം പാലിക്കുക എന്നത് എന്റെ വിഷയമല്ല എന്ന് ചിന്തിച്ചത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ഒരു അവഗണന വന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലിശയിൽ നിന്ന് മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഖുർആൻ ഭർത്താവ് മരിച്ചിട്ട് വീട്ടിൽ ഖത്ം ഓതിയാൽ ആ ഖുർആനിനോടുള്ള ഹക്ക് വീടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ മരണപ്പെടുമ്പോൾ മൂന്നാം ഫാത്തിഹ വരെ വിശുദ്ധമായ ഖുർആൻ മക്കളെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ഓതിയത് കൊണ്ടായില്ലല്ലോ. ആ ഖുർആനകത്ത് എന്താ ഉള്ളത് അറിയുമോ നിങ്ങൾക്ക്? അറിയുന്നതനുസരിച്ച് പ്രവർത്തിക്കാത്തവര്, വഴല് കേട്ടിട്ട് വീണ്ടും നന്നാകാത്തവര്, വഴല് പറഞ്ഞിട്ട് ഒരിക്കലും നന്നാകാത്തവർ, വഴല് പറയിപ്പിച്ചിട്ട് ഒരിക്കലും നന്നാകാത്തവര് ആരെ പോലെയാണെന്നാണോ ഖുർആൻ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മസലുല്ലദീന ഹമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫറാ. അല്ലാഹ് പറയുന്നു, പഠിച്ചത് അമൽ ചെയ്യാത്തവൻ ആരെ പോലെയാണ്? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫറാ. അവനക്ക് ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. എന്താ കഴുതയുടെ പ്രത്യേകത? ഓടയത്തെ പള്ളിയുടെ മുറ്റത്തൊരു കഴുതയെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവരുവോ സഹോദരങ്ങളെ? എന്നിട്ട് ആ കഴുതയുടെ പുറത്ത് ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും തുർമുദിയും നസായിയും ഇബ്നു മാജയും നിങ്ങൾ കെട്ടി വെക്കുവോ? എന്നിട്ട് തഫ്സീറിന്റെ അഖീദയുടെ ഹദീസിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും അതിന്റെ പുറത്ത് വെച്ചെന്നിരിക്കട്ടെ. എന്നിട്ട് ആ കഴുതയോട് നടക്കാൻ പറഞ്ഞ ആ കഴുത ഈ പറയുന്ന ഗ്രന്ഥങ്ങളുമാകട്ടെ പള്ളിയെ വലയം ചെയ്യും. ഇവിടുന്ന് ഓടയം പോകും, അവിടുന്ന് വർക്കല പോകും, അവിടുന്ന് കല്ലമ്പലം പോകും, എവിടെ വേണോ കഴുത പോകും. കഴുതയ്ക്കറിയില്ല ഇതിന്റെ പുറത്തിരിക്കുന്നത് മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി തങ്ങൾ എഴുതിയ സഹീഹുൽ ബുഖാരിയാണെന്ന്, മുസ്ലിം തങ്ങൾ എഴുതിയ സഹീഹ് മുസ്ലിമാണെന്നറിയില്ല. അതിനകത്തുള്ളത് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുവചനങ്ങളാണെന്നറിയില്ല. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ അല്ലാഹുവിന്റെ കലാമാണെന്നറിയില്ല. അവൻ ഇങ്ങനെ കഴുതയാണ്, നടക്കുകയാണ്. അതുപോലെയാണ് പഠിച്ചു വെച്ചിട്ട് അമൽ ചെയ്യാത്തവന് തലമറയ്ക്കണമെന്ന് തലമറയ്ക്കണമെന്ന് പഠിച്ചു വെച്ചിട്ട് എന്തേ തലമറയ്ക്കാതെ നടക്കുന്ന പെങ്ങളെ, നീ ആരെ പോലെയാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കഴുതയേട് ചുമക്കും പോലെയാ. പഠിച്ചത് ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത എന്റെ സഹോദര സഹോദരിമാരെ, എന്നെയും നിങ്ങളെയും അല്ലാഹു ഉപമിച്ചത് കഴുതയോടാണെങ്കിൽ ആ കഴുതയെ പോലെ ആകരുതേ നമ്മൾ പഠിച്ചത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ആ പ്രവർത്തനക്ഷമത എവിടെന്നാ നമുക്ക് കിട്ടുക? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ജ്ഞാനം, ഏറ്റവും നല്ല ജ്ഞാനം വിജ്ഞാനം നിങ്ങൾക്ക് വരുമ്പോൾ അത് ഉള്ളുകൊണ്ട് സ്വീകരിച്ച യഖൂലൂന ആമന്നാ ബിഹി, ഞങ്ങളിത് വിശ്വസിക്കുകയാണ് തമ്പുരാനെ, കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഇതെല്ലാം എന്റെ പടച്ചോൻ തന്നതാ, ഇതെല്ലാം എന്റെ പടച്ചോന്റെ കലാമാണ്, എന്റെ പടച്ചോൻ എന്നോട് പറയാനുള്ളതാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാകുന്ന ഒരു പരമ്പര നമുക്ക് വാർത്തെടുക്കണം. അത് എവിടെന്നോ വന്ന് പഠിച്ചു പോകുന്ന കുറെ കുട്ടികൾ വളർത്തി. ചെറുതല്ല, ചെറിയ കാര്യമല്ല, നിസ്സാരമല്ല. ഞാനിപ്പോ എവിടെ ഏത് ലോകത്ത് പ്രസംഗിക്കാൻ പോയാലും അൽഹംദുലില്ലാഹ് ഞാൻ പഠിച്ച ഒരു പള്ളി ദർസുണ്ട്. ഞാൻ പഠിച്ചൊരു പള്ളി ദർസ്, ആ പള്ളി ദർസിൽ പരിസരവാസികളും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരും ഞങ്ങൾക്ക് വെള്ളം തന്നവരും ഞങ്ങളെ സ്നേഹിച്ചവരും ഞങ്ങളുടെ കുറവുകളും കുരുത്തക്കേടുകളും കണ്ട് പുറത്തു സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിച്ച നാട്ടുകാര് അവരുടെ മുന്നിൽ ഇന്നും നമ്മൾ കണ്ണിലുണ്ണിയാണ്. അവരുടെ മുന്നിൽ ഇന്നും ബഹുമാനപ്പെട്ട ഉസ്താദ്, അത്യുജ്വല പ്രഭാഷകൻ, കിരീടം വയ്ക്കാത്ത എന്താണ് കോമാളിയ രാജാവ്, ഇങ്ങനെയൊക്കെ കുറെ വിളിക്കുമല്ലോ, അവർക്കതൊന്നുമല്ല. അവർക്ക് ഇപ്പോഴും നമ്മൾ പോയാൽ നമ്മുടെ പേര് ചൊല്ലി അവർ വിളിക്കുന്നത്. കാരണം എന്താ? നമ്മളെ എത്ര വളർന്ന ഉയരങ്ങളിൽ പോയാലും അവർക്ക് ഇന്നും നമ്മളെ വീട്ടിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കുന്ന ആ ഒരു കുട്ടി തന്നെയാണ്. ഓടയത്തുകാരൻ, ഞാൻ പറയുന്ന സാമ്പ്രദായിക ദർസി പാരമ്പര്യമുള്ള നാടുകളിൽ, എന്റെ നാട് പോലെ പനവൂര്, എന്റെ നാട്ടില്
ഇന്ന് കേരളത്തിലെ മിക്ക പണ്ഡിതന്മാരും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അടക്കം ഞങ്ങളുടെ നാട്ടിലാണ് പഠിച്ചത്. അത്രയും വലിയ പാരമ്പര്യമാണ് അവിടെ ഉള്ളത്. അതേപോലത്തെ ഒരു നാടാണ് കോടയം. എത്ര കൊല്ലാവും? 300 കൊല്ലോ? അൽഹംദുലില്ലാ. അത് പരമ്പരകളിൽ കൈമാറി. എന്റെ ബഹുമാനപ്പെട്ട സലീം ഉസ്താദ്, എന്റെ ഗുരുതുല്യനായി ഞാൻ കാണുന്ന, എന്നെക്കാൾ സീനിയറായ ഷാജഹാൻ മന്നാനി, ഞാൻ മടവൂര് പഠിച്ച് ജോലിക്ക് വേണ്ടി മടവൂര് പോകുമ്പോ അന്ന് തുടങ്ങിയ ബന്ധമാണ്. അവരൊക്കെ എന്നെ സീനിയറാണ്, എനിക്ക് മുമ്പേ ഇറങ്ങിയവരാണ്. ബുഖാരി മന്നാനി ഞങ്ങൾ ഒരുമിച്ച് മന്നാനിയിൽ പഠിച്ചതാണ്. അപ്പോ അന്നും നമ്മുടെ ഈ പറയപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാരെ, ഷാജഹാൻ മന്നാനി അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ ഒക്കെ വാർത്തെടുത്തത് ബഹുമാനപ്പെട്ട സലീം ഉസ്താദാണ്. പക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം എന്നെ ഇവിടത്തേക്ക് വിളിച്ചു. അപ്പോഴൊക്കെയും ഖേദകരമെന്ന് പറയട്ടെ, എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അവിടെ വെട്ടി ഇങ്ങോട്ട് മാറ്റാൻ കഴിയാത്ത വണ്ണം. ഒന്ന്, ആളുകൾ വിചാരിക്കും അത് ഇയാൾ എന്താ കാണിച്ചേ എന്ന് ചിന്തിക്കും. അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോ ഉസ്താദ് പിന്നെ നിർബന്ധിച്ചിട്ടുമില്ല. കാരണം ഉസ്താദിനറിയാം വാക്ക് പാലിക്കുന്നതിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ച് ഉസ്താദിനും അറിയാം. അതുകൊണ്ട് ഉസ്താദ് എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോ വളരെ നേരത്തെ തന്നെ വിളിക്കുകയും ഒരു ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് ബഹുമാനപ്പെട്ട ഹസ്രത്തിന്റെ ഡേറ്റുമായിട്ട് ഒക്കാതെ വന്നു. അൽഹംദുലില്ലാ. അടുത്ത് വേറെ ഡേറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നുണ്ട്, തുടക്കമാണ്. നമുക്ക് തുടക്കം കൊടുക്കോ, എന്താ പ്രശ്നം? തുടക്കം കൊടുക്കുമോ നമുക്കൊന്നും പ്രശ്നമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ വയലിന്റെ സദസ്സിൽ വരുന്നത് ഖുർആൻ പറയുന്നത് കേൾക്കാൻ വരുന്ന ആളുകൾ മാത്രം വന്നാൽ മതി. ലാസ്റ്റ് ചോറ് കൊടുപ്പിന്റെ മാത്രം ഇങ്ങനെ ഒരു വലിയ തള്ളൽ വരുമ്പോ ഇതെല്ലാം എന്നെ കേൾക്കാൻ വേണ്ടി വന്നതാണ് എന്നൊരു ധാരണയൊന്നും എനിക്കില്ല. അതുകൊണ്ട് തുടക്ക ദിവസമാണ് എനിക്ക് നല്ലത്. ഇപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞു ഇന്ന് പിരിവ് വേണ്ട. അൽഹംദുലില്ലാ, നേരെ ഇലാ ഹദ്റത്ത് നൗഷാദ് വാക്കവിലേക്ക് അങ്ങ് വെച്ചിരിക്കുകയാണ്. അതാകുമ്പോ പിന്നെ അടിവേരൂടെ തോണ്ടിയെടുത്തോളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പാരമ്പര്യമുണ്ട് നമ്മുടെ ദർസിന്. വേണം പ്രിയപ്പെട്ടവരെ, വല്ലാഹി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ മരിച്ചു നോക്കും, പിന്നെ തിരിച്ചു വരാൻ പറ്റൂലല്ലോ. തിരിച്ചു വന്നിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും കണ്ട് സംസാരിക്കാമായിരുന്നു. നമ്മളെ മക്കൾ ഉപകരിക്കുന്നതിനേക്കാൾ നമ്മൾ ആഹാരം കൊടുത്തു വിട്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവർ നമുക്ക് ഉപകരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ദർസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നു. ഇന്നലെ എവിടെയായിരുന്നു? ഇന്ന് ഓടയത്ത്, നാളെ ഇനി കാസർഗോഡ്, മറ്റന്നാൾ കാസർഗോഡ്, അതിന്റെ പിറ്റേന്ന് കർണാടക, അത് കഴിഞ്ഞ് വന്ന പിന്നെ കടക്കല്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓടി നടന്ന് ഉറക്കമില്ലാതെ പ്രസംഗിക്കുന്നു. പക്ഷെ നമ്മളൊന്ന് വീണു പോയാൽ ഒരു സംഘാടകരും അള്ളാന്റെ തൗഫീഖ് കൊണ്ട് വരില്ല. വരാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. ഞങ്ങളെ നാട്ടിൽ പ്രസംഗിച്ചാണ്, പാവം ഇപ്പോ ഒന്ന് തളർന്ന് വീണുപോയി, ഒന്ന് പോയി കാണാം. ഒന്നും കൊടുക്കണ്ട. ആർക്ക് വേണം? അള്ളാഹു എന്ന ഖനിയായ സമ്പന്നനായ യജമാനന്റെ അടിമയായ നമുക്ക് വേറെ ഏതെങ്കിലും മഖ്ലൂക്ക് തരുന്നത് വേണോ? ഒന്നും വേണ്ട. വന്നൊന്ന് കണ്ട് സലാം പറയാൻ ഒരു സംഘാടകരും തയ്യാറാവൂല. നിങ്ങളും വരൂല, പടച്ചോറാണ് വരൂല നിങ്ങളും. പക്ഷേ സലീം ഉസ്താദിന് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഒരു ചെറിയ തലവേദന വന്ന് വീട്ടിൽ കിടന്നാൽ ഉസ്താദ് പഠിപ്പിച്ചിറക്കിയ മക്കളുണ്ടല്ലോ, സ്വന്തം മക്കൾക്ക് സുഖമില്ലെങ്കിലും എന്റെ ഉസ്താദിന് സുഖമില്ല എന്ന് പറഞ്ഞ് ഓടും. അതാണ് ദർസിന്റെ മൂല്യം. മക്കളോടും നമ്മൾ എത്ര വാകീറി പ്രസംഗിച്ചാലും ആ പ്രസംഗിക്കുന്ന സ്ഥലത്തിൽ കേട്ടുകൊണ്ട് ചില ആളുകൾ വയല് കേട്ടിട്ട് എഴുന്നേറ്റ് പോവും. പക്ഷേ ഒരു മുദരിസ് ദർസിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ച ഒരു മുത്തഅല്ലിം ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഉസ്താദിനെ ഒഴിയില്ല. ആ ഉസ്താദിനെ ഒഴിയ എന്റെ കൂടെ ഓടയത്ത് പഠിച്ച എത്രയോ പേരുണ്ടായിരുന്നു. ബുഖാരി മന്നാനി, ഷമീർ മന്നാനി, സിറാജ് മന്നാനി, റാഫി മന്നാനി, അല്ലേ? ഇങ്ങനെ ഏറ്റവും കുറഞ്ഞൊരു 10 പേര്. ഞാൻ ചുമ്മാ തള്ളി മറിക്കാണെന്ന് ആരും വിചാരിക്കട്ടെ. 10ഓളം പേര് ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. 10ഓളം പേര് ഞങ്ങളെ കൂടെ ജാമിയ മന്നാനിയില് 2008 സനതെടുത്തവരില്, 2007 പിടിച്ചവരില് 10ഓളം പേരും ഓടയത്തുനിന്ന് പോയവർ ഉണ്ട്. അപ്പോഴൊക്കെ അവര് പറയുന്ന കേൾക്കാം, ഓടയം. എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് ഈ ബുഖാരി മനാനിയുടെ സ്ഥലം വേളാവൂരാണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ അപ്പോഴും വിചാരിച്ചത് ഓടയത്തുനിന്നാണ്. കാരണം ഇവർക്ക് ഓടയത്തെ പറ്റി പറയാനേ ഉള്ളൂ. അത് ചെറിയ കാര്യമല്ല.
നിങ്ങൾക്ക് അള്ളാഹു തന്ന വലിയൊരു മഹത്വമാണ്. ആ പാരമ്പര്യം നിങ്ങൾ കളയരുത്. നല്ല നിപുണനായി നിരവധി ദർസുകളിൽ ഒരുപാട് സേവനങ്ങൾ കാഴ്ചവെച്ച് ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഒരു നല്ല മുദരിസാണ് നിങ്ങൾക്കുള്ളത്. നല്ല വക്കാറും നല്ല എല്ലാ സിഫത്തും വസ്ഫുമൊത്ത ഒരു മുദരിസും ഖത്തീബുമാണ് നിങ്ങൾക്കുള്ളത്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ദർസ് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നാട്ടുകാരായ മക്കളെ കൂടി അൽഹംദുലില്ലാ അവരെ കൂടെ പഠിപ്പിക്കണം. ദർസിൽ നിർത്തി പഠിപ്പിക്കണം. അവര് ആ ഖുർആനിനെ അംഗീകരിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അത് വെക്കട്ടെ. അള്ളാഹു നല്ല മക്കളാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ വാർത്തെടുത്താൽ ആ ഇൽമിൽ 4 ഗുണങ്ങളുണ്ടെന്നാണ്. 4 ഗുണങ്ങളുണ്ടെന്നാണ്. അതോടെ പറയുമ്പോ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാനുള്ള സമയമാകും. 4 കാര്യങ്ങൾ ഇൽമു പഠിക്കുന്നതിലുണ്ടെന്നാണ്. ഈ 4 കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. ഇന്നിപ്പോ മദ്രസ വലിയ വിവാദമായി കിടക്കുകയാണ്. മദ്രസ എന്തോ വേറെന്തൊക്കെയോ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയാണ്. ശരിയാണോ? മദ്രസയിലെ കുട്ടികൾ പ്രഭാത സൂര്യൻ പൊട്ടിവിടരുമ്പോ ആയുധമേന്തിയിട്ടാണ് മദ്രസയിൽ പഠിക്കാൻ പോകുന്നത്. ഇത്ര എടുത്തങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ മദ്രസയിൽ വരുന്നത് ഏതായുധം? ആ ആയുധമാണ് ഖുർആനിൽ ആദ്യം പറഞ്ഞ ആയുധം. അത് AK-47 അല്ല, അത് ബോംബല്ല, ബയണറ്റ് അല്ല. ആ ആയുധമാണ് നൂൻ വൽ ഖലം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഖലം. اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم. അല്ലാഹു പരിചയപ്പെടുത്തി ആദ്യത്തെ ആയുധം അത് പേനയാണ്. കരവാള് വിറ്റൊരു പൊൻവീണയ വാങ്ങി ഞാൻ എന്ന് പറഞ്ഞില്ലേ മലയാള കവി? കരവാള് വിറ്റൊരു പൊൻവീണയ വാങ്ങി ഞാൻ. പേനയാണ്, തൂലികയാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ആ പേനയും കൊണ്ടാണ് മക്കൾ മദ്രസയിൽ വരുന്നത്. എന്നിട്ട് അവർ പഠിക്കുന്ന എന്താണെന്നറിയോ? തന്റെ അയൽക്കാരൻ ആരും ആകട്ടെ, മുസ്ലിം ആകട്ടെ എന്നല്ല, ഹിന്ദു ആകട്ടെ എന്നല്ല. എല്ലാവരും പഠിക്കുന്നത് എന്താണ്? അയൽക്കാരൻ മുസ്ലിമായ മാത്രം ആഹാരം കൊടുത്താൽ മതി. അങ്ങനെയൊന്നും മദ്രസയെ പഠിപ്പിച്ചിട്ടില്ല. ഒരു മുസ്ലിം അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മളൊക്കെ പറയുന്നത് എന്താ? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ അയൽക്കാരൻ എന്ന് പറയുമ്പോ വീടെണ്ണുകയാണ്. അല്ല, വീടല്ല. അയൽവാസികൾ എന്ന് പറഞ്ഞാൽ പച്ചക്കരളുള്ള ഏതൊക്കെയുണ്ടോ 4 വീട്, 4 സൈഡിൽ നിന്ന് 40 പേര് പച്ചക്കരളുള്ള എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ എണ്ണിപ്പോകുമ്പോൾ അക്കൂട്ടത്തിൽ മരത്തിന്റെ ചില്ലയില് ഒരു കുരുവി കൂടുണ്ട്, ഒരു കാക്ക കൂടുണ്ട്. ആ കാക്ക വെള്ളമില്ലാതെ ഈ ഉഷ്ണ സമയത്ത് വേനൽക്കാലത്ത് വെള്ളമില്ലാതിരിക്കുകയാണ്. ആ കാക്കയ്ക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ ജമാഅത്തിന് വരുന്ന മുസ്ലിം കാക്ക, നിന്റെ നിസ്കാരം അല്ലാഹു വേണ്ട. പ്രിയപ്പെട്ടവരെ, വീട്ടിലൊരു പൂച്ച വളർത്തുന്നുണ്ട്. ആ പൂച്ചക്ക് നീ വെള്ളം കൊടുക്കുന്നില്ല എന്നാ നിന്റെ ഇബാദത്ത് ആർക്ക് വേണം? മദീനയുടെ തെരുവീഥികളിലൂടെ സഞ്ചരിച്ച ഒരു പെണ്ണുണ്ട്. അവള് സ്വന്തം ശരീരം വിറ്റ പെണ്ണാണ്. ആ പെണ്ണ് തന്റെ വേശ്യാവൃത്തിയിൽ നിന്ന് കിട്ടുന്ന നാണയത്തിട്ടുകള് ജീവിതത്തിന്റെ അന്നമായി ഭക്ഷണമായി കാണുന്ന പെണ്ണ് നടന്നു വരുന്ന വഴിയിലല്ലേ ഒരു നായ, അയിനുന്നരസായ നായ, തൊട്ടാൽ 7 വെള്ളം കഴുകേണ്ട നായ. ആ നായ നാവ് നീട്ടി ഓടുകയാണ്, ദാഹമാണ്. ആ പെണ്ണ് പെട്ടെന്ന് ചെയ്തെന്തെന്നറിയോ? തന്റെ കാലിൽ കിടന്ന ഹുഫ വലിച്ചൂരി ബക്കറ്റാക്കി തൊട്ടിയാക്കി തന്റെ തോളത്ത് കിടന്ന ആ ഷാള് വലിച്ചു കീറിയിട്ട് കയറാക്കി, എന്നിട്ട് കിണറിലേക്ക് ഇറക്കിയിട്ട് വെള്ളം കോരി നായയുടെ നാവ് നനച്ചപ്പോ ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. സ്വാലിഹത്തായ സദ്വൃത്തയായ പെണ്ണ്, വീട്ടിലെ ഇബാദത്ത് ചെയ്യുന്ന പെണ്ണ്, ഒരു പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതെ ആ പൂച്ചയെ പട്ടിണി കിട്ടപ്പോ ആ പെണ്ണ്, ആ പൂച്ച കാരണം ദഖലത്തിന്നാർ, നരകത്തിലാണ്. കണ്ടോ? പച്ചക്കരളുള്ള ജീവിക്ക് ഭക്ഷണം കൊടുക്കണം. വിശുദ്ധമായ ഇൽമു കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണെന്നറിയോ സഹോദരങ്ങളെ? 4 കാര്യങ്ങളാണ്. ആ 4 കാര്യങ്ങൾ ഇൽമു കൊണ്ടൊരു മനുഷ്യനുണ്ടാകും. എന്തൊക്കെയാണെന്നറിയോ? അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചാൽ ആ മക്കൾക്ക് കിട്ടുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, അത്തഖ്വാ ബൈനഹു വ ബൈനല്ലാഹ്, അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഭക്തി ഉണ്ടാകുന്നു, തഖ്വ ഉണ്ടാകുന്നു. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ ഭക്തി എന്നാണ് അർത്ഥം വെക്കുന്നത്. അല്ല,
അത് മലയാളത്തിൽ വേറെ വാക്കുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ഭക്തി എന്ന് പറയുന്ന ഒരു അർത്ഥം അങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഭയം എന്ന് പറയാൻ പറ്റുമോ? ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിയെ ഭയം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? പട്ടിയെ കാണുമ്പോ ഒന്ന് പറയും. ഇതുവരെ ചാനലിൽ പ്രസംഗിച്ചത് പട്ടിയെ ഭയമാണ്. അപ്പൊ പട്ടിയെ കാണുമ്പോ ഓടൂലേ? പുലിയും കടുവയും നമുക്ക് ഭയമാണ്. കാണുമ്പോഴോ കല്ലെടുക്കാൻ നിൽക്കോ? നീ ഓടും. ആനയെ പേടിയാണ്. ആന വരുമ്പോഴോ അത് ബഹുമാനപ്പെട്ട ഉറൂസിനായത് കൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ തുമ്പിക്കൈയിൽ ചുറ്റി തലത്തടിക്കും. ഞാൻ പറയുന്നത് 3 വട്ടം അടിക്കണം. സാധാരണ ആണെങ്കിൽ 1 അടി അടിക്കാവൂ, ഉറൂസിനാണെങ്കിൽ 3 അടി അടിക്കണം. കുറെ ആളുകൾക്ക് വേറെ ഒരു പണിയില്ലാതെ ഒക്കെ പറഞ്ഞാ പിന്നെ നമ്മൾ മുജാഹിദ അങ്ങനെ പറഞ്ഞാ പിന്നെ നമുക്ക് വലിയ പ്രശ്നമുണ്ട്. ആന എടുപ്പ്, അമ്പാരി എടുപ്പ്. ആനെ കൊണ്ടുള്ള ഗുണം എന്താ? കാട്ടിലെ തടി പിടിക്കല്. അതിന് കബറി കിടക്കുന്ന ഉപ്പാപ്പാട ഉറൂസിന്, മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പാമ്പിന്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഭയങ്കര വഴതൊക്കെയായിരുന്നു. അവസാനം ഇപ്പൊ അറിയുന്നത് മക്ബറയുടെ അടുത്ത് ഒരു മരമുണ്ട്. ആ മരത്തിന്റെ മുകളിൽ പാമ്പുണ്ട്. ആ പാമ്പിന് മുട്ടയും പാലും വെക്കണം. അതിന് കൊണ്ടുവരേണ്ടത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരാനയെ അങ്ങനെ കൊണ്ടുവന്നു. ആ ആനയുടെ ഡ്യൂട്ടി എന്താണ്? ഈ പാലും മുട്ടയെടുത്ത് മരത്തിന്റെ ചില്ലയിൽ വെച്ച് കൊടുക്കണം. പാമ്പ് തിന്നോളും, ഉപ്പാപ്പാക്ക് സുഖം കിട്ടും. ആ ആനയ്ക്ക് കൊടുക്കുന്നതോ 10 ലക്ഷം. മാക്ക് അവിടെ വഴല് പറഞ്ഞ മുസ്ലിയാരിക്ക് കൊടുക്കുന്നതോ 7000 രൂപ. ദുആക്ക് വരുന്ന തങ്ങക്ക് കൊടുക്കുന്നതോ 4000 രൂപ. ഈ മുട്ടയും പാലും എടുത്ത് വെച്ച് ആനയ്ക്ക് കൊടുക്കുന്നതോ 10 ലക്ഷം രൂപ. ഇതിപ്പോ നാളെ ഇതാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ നാളെ എനിക്ക് സമാധാനം വരും. കാരണം എന്താണെന്നറിയോ? അപ്പൊ മുസ്ലിയാരിക്ക് പൈസ കുറഞ്ഞതാണ് വിഷയം. ഇങ്ങനെ ഇരിക്കെ കുരുവായിട്ട് ഇങ്ങനെ ഇരിക്കെ കുറെ എണ്ണം. ഒരു ജോലിയും പണി എഴുന്നേറ്റ് വല്ല പണിക്കും പോകാൻ പറഞ്ഞാൽ ഒരു പോവേയില്ല. ഇങ്ങനെ ഇരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സങ്കടം കൊണ്ട് പറയാൻ. ആനയെ പേടിച്ചാൽ ആനയിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുക ചെയ്യുന്നത്. സിംഹത്തെ പേടിച്ച സിംഹത്തിൽ നിന്ന് ഓടുക. പട്ടിയെ പേടിച്ച പട്ടിയിൽ നിന്ന് ഓടുക. അള്ളാഹിനെ പേടിച്ചാലോ അള്ളാഹുവിലേക്ക് അങ്ങ് ഓടുക. അല്ലേ? അള്ളാഹുവിനെ എനിക്ക് പേടിയാണെന്നും പറഞ്ഞ് പള്ളി നിറങ്ങി ഓടുക ചെയ്യേണ്ടത്. അള്ളാഹിനെ പേടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടുക. ആനയെ പേടി എന്ന് പറഞ്ഞാൽ തിരിച്ചു ഓടുക. അല്ലേ? അതാണ് ഖാലിഖിനെ പേടിക്കുന്നതും മഖ്ലൂഖിനെ പേടിക്കുന്നതും അങ്ങനെയാണ്. നമുക്കൊരു 1000 നന്മ നമ്മൾ ചെയ്തു, എന്നിട്ട് അവസാന ഒരു തിന്മ ഉണ്ടായി പോയാൽ പെണ്ണും പിള്ള പറയും, നിങ്ങളിൽ നിന്ന് ഇന്നു വരെ നല്ലത് കണ്ടിട്ടില്ല എന്ന് പറയും. അതെല്ലാരും പറയും, കൂട്ടുകാരും പറയും. 1000 നന്മ ചെയ്തിട്ട് ഒരു തിന്മ ചെയ്താൽ 1000 നന്മ മറക്കും, തിന്മ മാത്രം എടുക്കും മഖ്ലൂഖുകൾ. അതേസമയം 1000 തിന്മ ചെയ്ത് പൊറുക്കാൻ പറ്റാത്തത് ഒരു നന്മ ചെയ്ത അള്ളാഹു തആല 1000 തിന്മയും കളഞ്ഞിട്ട് ഒരു നന്മ അള്ളാഹ് എടുക്കും. അതാണ് ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു മനസ്സിലാക്കാനും ഖൽബിൽ പടച്ചവനെ നിറയ്ക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഭക്തി, പേടി അങ്ങനെയൊന്നും അല്ല അതിന്റെ അർത്ഥം. തഖ്വ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ഇടങ്ങേറുണ്ടാകുന്ന വിഷയങ്ങളെ ഭൂമിയിൽ സൂക്ഷിക്കല. പേടിയല്ലടോ, ഭക്തിയല്ല. പിന്നെയോ ആഖിറത്തിൽ ഇടങ്ങേറാകുന്ന, ആഖിറത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയങ്ങളെ ഈ ഭൂമി ലോകത്ത് വെച്ച് സൂക്ഷിക്കല. തഖ്വ ഇൽമുള്ളവർക്കേ തഖ്വ ഉണ്ടാവുകയുള്ളൂ. അത്തഖ്വ ബൈനഹു വ ബൈനല്ലാഹ്. പെങ്ങളെ, നിന്റെ മകന് അല്ലാഹുവിനെ പേടി വേണോ എന്നാ നിന്റെ മോന് ഇൽമു കൊടുത്തോ. ഇനി രണ്ടാമത്തേത് അറിയണോ? അൽ മുജാഹദത്തു ബൈനഹു വ ബൈനൻ നഫ്സി. അവന്റെ ശരീരത്തോട് അവന് ധർമ്മസമരമായിരിക്കും. അവന്റെ ശരീരത്തോട് അവന് വല്ലാത്ത ധർമ്മസമരത്തിലായിരിക്കും. ഇൽമുള്ളവര് പാതിരാത്രി കഴിഞ്ഞിട്ട് മാമര ചുമന്ന തണുപ്പത്ത് നന്നായിട്ട് മൂടി പുറച്ച് കിടക്കുമ്പോ അവന്റെ മനസ്സ് പറയും, ഉറങ്ങടാ ഉറങ്ങടാ. ആ സമയത്തൊരു ആലിമ പറയും, പറ്റൂലടാ, ഈ സമയം അല്ലാഹുക്ക് കൊടുക്കാനുള്ളതാണ്, ഈ സമയം എന്റെ റബ്ബിന് കൊടുക്കാനുള്ളതാണ്. എന്റെ ഭാര്യ ഉറങ്ങുന്നുണ്ട്, മക്കൾ ഉറങ്ങുന്നുണ്ട്. ഈ വീട്ടിൽ ഉറങ്ങാത്ത 2 പേരെ ഉണ്ടാകാൻ പാടുള്ളൂ. അത് 1 എന്റെ യജമാനനായ അല്ലാഹ്, 2 അവന്റെ ദാസനായ ഞാനാണ്. അതുകൊണ്ട് തന്നെ പാതിരാത്രിയുടെ നിശബ്ദതകളെ കീറിമുറിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേക്കാൻ അവന് കഴിയുന്നത് അൽ മുജാഹദത്തു ബൈനഹു വ ബൈനൻ നഫ്സി. അവന്റെയും അവൻ
അവന്റെയും ഇടയിൽ, അവന്റെയും അവന്റെ സ്വത്വബോധത്തിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന ഒരു ധർമ്മസമരമാണ്. അവന്റെ ഒരു മനസ്സാക്ഷി കുത്തെന്ന് പറയൂലേ, അതുണ്ടാകണമെങ്കിൽ ഇൽമുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഇൽമുണ്ടാകണം. അള്ളാഹു അങ്ങനത്തെ ആലിമീങ്ങളാക്കി നമ്മളെ മാറ്റട്ടെ. അങ്ങനത്തെ ആലിമീങ്ങളാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. അതാണ് പ്രിയപ്പെട്ടവരെ, സ്വന്തത്തോടൊരു അക്രമം. അക്രമം എന്ന് പറഞ്ഞാൽ എങ്ങനെ? എടാ, എനിക്ക് വലുത് എന്റെ തോന്നിയാസമല്ല, എനിക്ക് വലുത് എന്റെ തന്നിഷ്ടമല്ല, എനിക്ക് വലുത് എന്റെ ജഡികേച്ഛയല്ല, എനിക്ക് വലുത് എന്റെ ദേഹേച്ഛയല്ല, എനിക്ക് വലുത് എന്റെ അല്ലാഹ്, എനിക്ക് വലുത് എന്റെ റബ്ബ്. അതുകൊണ്ട് എന്റെ നഫ്സ് എന്ത് കൊതിക്കും അതിന് ഓപ്പോസിറ്റ് ഞാൻ ചെയ്യും. എന്റെ റബ്ബ് എന്ത് കൊതിക്കും അതിന്റെ വിപരീതം ഞാൻ ചെയ്യും. അതൊരു ഇൽമ്, അകക്കാമ്പിൽ അറിവുള്ളവന് മാത്രമേ ആ ഒരു നിലയിലേക്ക് പോകാൻ പറ്റൂ. അല്ലാത്തവർക്ക് കഴിയില്ല സഹോദരങ്ങളെ, കഴിയില്ല. മൂന്നാമതായിട്ട് ഇൽമു കൊണ്ടുണ്ടാകുന്ന ഗുണം എന്തെന്നറിയോ? അത്തവാളു ബൈനഹു വബൈനന്നാസ്. ഇൽമുണ്ടെങ്കിൽ അവന്റെയും ജനങ്ങളുടെയും ഇടയിൽ വിനയമുണ്ടാകും. റസാനത്തുൽ ഇൽമി മൻ കാനതു സഖീലുഹു യംശി ബിഹാ ഖാലിഅൻ മിഖ്ദാറ അഖാലി. നോക്കൂ, നിങ്ങളൊരു നല്ല മാവ് മുറ്റത്ത് നട്ടു. ആ മാവില് ഒരു മുറ്റത്തൊരു മാവ് നട്ടു. ആ മാവിന്റെ ശിഖരങ്ങളെല്ലാം മേപ്പോട്ട് ഇങ്ങനെ ഉയർന്നുയർന്നു പോകുന്നു. മാവിങ്ങനെ അതിന്റെ തായ്വേരിൽ നിന്ന് തടി ഇങ്ങനെ മേപ്പോട്ട് പോകുന്നു. അതിന്റെ ചില്ലകൾ വീശിയ ശിഖരങ്ങൾ ഇങ്ങനെ മേപ്പോട്ട് നിൽക്കുന്നു. പക്ഷേ മാങ്ങ പിടിച്ചു, വല്ലാത്തൊരു പിടുത്തം. മാങ്ങ, ആ മാവ് നിറച്ച് മാമ്പഴം. അപ്പോ ആ ശിഖരം എങ്ങോട്ടുണ്ടാവും? എങ്ങോട്ട് വരും? മാങ്ങ, മാമ്പഴം ഒന്നുമില്ലെങ്കിൽ ശിഖരം ഇങ്ങനെ ഉയർന്നു നിൽക്കും. മറിച്ച് മാമ്പഴം എന്ന ഫലം അതിലുണ്ടെങ്കിൽ ആ ശിഖരം ഇങ്ങനെ താഴ്ന്നു വരും. എത്ര മാമ്പഴം ഫലം അതിൽ കൂടുമോ അത്രയും താഴ്ന്നു വരൂലേ. ഇൽമ് ഇല്ലാത്തവൻ ഇങ്ങനെ നിൽക്കും അഹങ്കാരിയായിട്ട്. ഇൽമുള്ളവനോ വിനയത്തോടെ താഴേക്ക് വരും. അതല്ലേ പ്രിയപ്പെട്ടവരെ, ബൈനഹു വബൈനന്നാസ്. പണ്ഡിതന്മാര്, ഇൽമുള്ളവര്, ഉള്ളിൽ അകക്കാമ്പുള്ളവന് അഹങ്കാരം ഉണ്ടാവുകയില്ല, അഹങ്കാരം വരില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല വിനയമുള്ളവനാകും. ആ വിനയം അവനെ കൊണ്ടെത്തിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ്. അതിന് മക്കളെ ആലിമീങ്ങളാക്കണേ പ്രിയപ്പെട്ടവരെ. ഇൽമിലൂടെ നാലാമതുണ്ടാകുന്ന കാര്യം എന്തെന്നറിയോ? അസ്സുഹുദു ബൈനഹു വബൈനദ് ദുനിയാ. അവന്റെയും ദുനിയാവിന്റെയും ഇടയിൽ ഒരു പരിത്യാഗമുണ്ടാകുമെന്നാണ്. അവന് ദുനിയാവ് വേണ്ട, അവന് ദുനിയാവ് വേണ്ട. അവന് ആമാശയത്തെക്കാൾ വലുത് ആദർശമാണ്. അതുകൊണ്ടല്ലേ മഹത്തുക്കൾ പറഞ്ഞത്, ഇന്നലില്ലാഹി ഇബാദന ഫുതന തുല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. അല്ലാഹുവിന് കുറെ ദാസന്മാരുണ്ടവരാരാ? ഇന്നലില്ലാഹി ഇബാദന ഫുതന. അല്ലാഹുവിന് നിശ്ചയമായും കുറെ ദാസന്മാരുണ്ട്. അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? ഫുതന. അവര് ബുദ്ധിമാന്മാരാണ്, അവർ ബുദ്ധിമാന്മാരാണ്. അവരുടെ ബുദ്ധി അവർക്ക് സമ്മാനിച്ചത് എന്തെന്നറിയോ? ഇൽമാണ്. ആ ഇൽമങ്ങോട്ട് കൂടിയപ്പോ തൊല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. അവർക്ക് വല്ലാത്ത പേടിയാണ്. അങ്ങനെ ദുനിയാവെന്ന നാശകാരിയ, ദുനിയാവെന്ന ഏറ്റവും വലിയ കള്ളിപ്പെണ്ണിന്, ദുനിയാവെന്ന് പറയുന്ന ഏറ്റവും വലിയ ചീത്തറ വല്ലാതെ പേടിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവ് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞു. അങ്ങനെയുള്ള ബുദ്ധിമാന്മാരായ ഉലമാക്കൾ അല്ലാഹുവിനുണ്ടെന്നല്ലേ പരിചയപ്പെടുത്തുന്നത്. അതെന്തുകൊണ്ടാണ്? അസ്സുഹുദു ബൈനഹു വബൈനദ് ദുനിയാ. ദുനിയാവിന്റെയും അവന്റെയും ഇടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇൽമു കാരണമായി കൊടുത്തത്
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിത്യാഗമാണെങ്കിൽ ഈ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവെക്കുകയാ. 2 മണിക്കൂറാകാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ എന്റെ സഹോദര സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ പൊന്നുമക്കളോട് പറയണം, ആര് പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഉപദേശം പ്രിയപ്പെട്ടവരെ ഖുർആനിൽ അല്ലാഹു കൊടുക്കൂലേ? നൂഹ് നബിയുടെ മകന് കൊടുത്ത ഉപദേശം ഖുർആനിലില്ല. അള്ളാന്റെ മുത്ത് റസൂൽ തന്റെ 3 പെൺമക്കൾക്കും 4 പെൺമക്കൾക്കും കൊടുത്ത ഉപദേശം നമുക്ക് കാണാൻ പറ്റൂല. ഫാത്തിമ ബീവിക്ക് ഉപദേശം കൊടുത്തു, പക്ഷേ ഖുർആനിൽ ഇടം പിടിച്ചില്ല. ഖദീജത്തുൽ കുബ്ര ഫാത്തിമത്തെ സഹറ എന്ന പൊന്നുമോക്ക് ഉപദേശം കൊടുത്തു, ഖുർആനിൽ ഇടം പിടിച്ചില്ല. പക്ഷേ ഒരു വാപ്പ തന്റെ പൊന്നുമോനെ വിളിച്ചിട്ട് ഉപദേശിക്കാൻ തുടങ്ങി. കുന്നിക്കുരുകൾ അടുക്കി വെച്ചിട്ട് ഓരോ കുരുക്കൾ എടുത്തു വെച്ചിട്ട് ഒരു ഉപദേശം, എന്നിട്ടതങ്ങ് കളയും. അടുത്ത ഒരു കുരുവെടുക്കുന്നു, ഉപദേശിക്കുന്നു, അത് കളയുന്നു. അവസാനം ആ കുരുക്കൾ പറക്കി കൂട്ടുമ്പോ എത്രയോ ചാക്ക് കുരുക്കൾ ഉണ്ടായിരുന്നു. കാരണം അത്രയും വലിയ ജ്ഞാനിയായ വാപ്പ പൊന്നുമോനെ വിളിക്കുന്നു, യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ, പൊന്നുമോനെ 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 എന്ന് പറഞ്ഞു ഉപദേശിച്ച് ആ ഉപദേശങ്ങളിൽ ചിലത് ഖുർആനിൽ ഇടം പിടിച്ചല്ലോ. ആ വാപ്പയുടെ ഉപദേശത്തിന് അല്ലാഹു കൊടുത്ത സമ്മാനം, ആ അധ്യായത്തിന് വാപ്പാരെ പേരും കൊടുത്തു. കഴിഞ്ഞ മാസം ആ വാപ്പാന്റെ ഖബർ ഞാൻ സന്ദർശിച്ചു. അല്ലാഹു ഇനിയും നമുക്ക് അവിടെ പോകാനുള്ള ഭാഗ്യം തരട്ടെ. ഈജിപ്തിലാണ് ഖബറുള്ളത്. സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം. മറിച്ച് നോക്ക്, നിങ്ങൾക്ക് കാണാ സൂറത്തുൽ ലുഖ്മാൻ. ആ ലുഖ്മാൻ എന്നവർ തന്റെ പൊന്നുമോൻ ഉപദേശം കൊടുക്കുമ്പോ ഖുർആനിൽ ഇടം പിടിക്കാത്ത ആയിരക്കണക്കിന് ഉപദേശം നമുക്ക് കാണാം. അതിലൊരു ഉപദേശമാണ് ലുഖ്മാൻ തങ്ങളെ മകനോട് പറയുന്നു, പൊന്നുമോനെ, ഇദാ റഅയ്ത ഖൗമൻ യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ പറ്റി പറയുന്ന ഒരു സദസ്സ് നീ കണ്ട, ഇത് അല്ലാഹനെ പറ്റി പറയുന്ന സദസ്സാ, ഇത് പടച്ചോനെ പറ്റി പറയുന്ന സദസ്സാ. ഈ സദസ്സ് നീ കണ്ടു കഴിഞ്ഞാ ഫജ്ലിസ് മഅഹും, നീ അവിടെ ചെന്ന് കസേരയിലും ഇരിക്കണേ മോനെ. എന്തുകൊണ്ടെന്നറിയോ? ഇൻ തകുൻ ആലിമ, നീ ആലിമാണെങ്കിൽ യൻഫഉക ഇൽമുക, നിന്റെ ഇൽമ നിനക്ക് പ്രയോജനം ചെയ്യും മോനെ. നീ ആലിമായെന്നിരിക്ക, ആലിമായാലും പോയിരിക്കണം മോനെ. എത്ര ആലിമീങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്, ഇരിക്കുന്ന മഹത്തുക്കൾ എന്നെ കേൾക്കുന്നില്ലേ? ആലിമീങ്ങളായാലും നിങ്ങൾ അല്ലാഹനെ പറ്റി പറയുന്ന സദസ്സിൽ ഇരിക്കണം. ഇത് എനിക്കറിയാത്തതാണോ ഇവൻ പറയുന്നത്? ഞാൻ പഠിക്കാത്തത് അവൻ എവിടെ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പറ്റി പറയുന്ന സ്ഥലത്ത് നീ ഇരിക്കണം മോനെ. നീ ആലിമാണെങ്കിൽ നിന്റെ വിവരം നിനക്ക് പ്രയോജനം ചെയ്യും മോനെ. ഇനി അതല്ല, നീ വിവരമില്ലാത്തവനാണ്, ഇൽമില്ലാത്തവനാണെങ്കിൽ ആ പടച്ചോനെ പറ്റി പറയുന്ന വേദിയിൽ നിന്ന് നിനക്ക് ഇൽമ കിട്ടും മോനെ. അവര് നിനക്ക് പഠിപ്പിച്ചു തരും മോനെ. അതുകൊണ്ട് ചെന്നിരിക്കണേ മോനെ. എന്നാൽ ഇദാ റഅയ്ത ഖൗമൻ ലാ യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ പറ്റി പറയാത്ത സദസ്സ്, കള്ളു കുടിച്ചുകൊണ്ട് കോമാളികൾ തോന്യാസം കാണിക്കുന്ന സദസ്സ്, ഉറൂസ് എന്ന പേരിൽ ആനയും അമ്പാരിയും എടുപ്പിട്ട് തോന്യാസം കാണിക്കുന്ന വേദി, അവിടെയൊന്നും നിങ്ങൾ പോകണ്ട. അവിടെ പോയിരിക്കരുത്, അവിടെ നിങ്ങൾ പോകരുത്. മഹാന്മാരുടെ പേരില് ഏതെങ്കിലും ഗായികമാരെ വിളിച്ചുകൊണ്ട് നിർത്തികെട്ട് പാട്ട് പാടിക്കുന്ന സ്ഥലങ്ങള്, അവിടെയൊന്നും നിങ്ങൾ പോകരുത്. എന്താ, നിങ്ങൾ പോയാൽ ആലിമാ, നീ അവിടത്തെ നീ ഒരു ആലിമാണെങ്കിൽ നിന്റെ ഇൽമ നിനക്ക് പ്രയോജനം ചെയ്യുകയില്ല. നിനക്കൊരക്ഷരം അവിടെ പറയാൻ പറ്റൂല. നിന്നെ തല്ലി കൊന്നുകളയും. നിന്റെ ഇൽമ കൊണ്ട് ഒരു ഗുണവും അവിടെ ഉണ്ടാവൂല. അതുകൊണ്ട് ആലിമീങ്ങളെ, നിങ്ങൾ ഇങ്ങനെയുള്ള കോമാളികളുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കലാ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഇൽമ അവിടെ പ്രയോജനം ചെയ്യില്ല. ഇതെന്റെ വാക്കല്ല, സ്വർഗ്ഗത്തിന്റെ നേതാക്കളിൽ ഒരു നേതാവ് ലുഖ്മാനുൽ ഹകീം തങ്ങളാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചതാ. നജ്ജാശി രാജാവിനെ പോലെ, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഈ പറയപ്പെട്ട ലുഖ്മാൻ തങ്ങളുടെ നേതാവാണെന്ന ഹദീസിലുണ്ടല്ലോ. ആ ലുഖ്മാൻ തങ്ങൾ തന്റെ പൊന്നുമോന് കൊടുക്കുന്ന ഉപദേശമാണ്,
നീ ആലിമാണെങ്കിൽ വിവരം കെട്ടവര് നടത്തുന്ന പരിപാടിക്ക് പോകരുത്. നിന്റെ ഇൽമ പ്രയോജനം ചെയ്യില്ല. തീരുന്നില്ല. നീ ആലിമൊന്നുമല്ല, വിവരം കുറഞ്ഞവനാണെങ്കിലോ വഴികേട് നിനക്ക് കൂടിക്കൊണ്ടേ ഇരിക്കൊള്ളൂ. അവര് നിന്നെ വഴികേടിൽ നിന്ന് വഴികേടിലേക്ക് നിന്നെ കൈപിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നീ എത്രയായാലും നന്നാവാത്ത നിലയിൽ വഴികേടിലേക്ക് നീ മാറിപ്പോകുന്നതാണ്. ദർസിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിക്കുന്നതാണല്ലോ എന്താണ് ഇൽമ്. ഹുവൽ ഇൽമുൽ ഹാദി ഇലാ സുനനിൽ ഹുദാ ഹുവൽ ഹുസ്നു യുൻജി മിൻ ജമീഇ ശദാഇദി. ഈ പരിശുദ്ധമായ ഇൽമ് നേരായ പാതയിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന ഒരു പ്രകാശമാണ്, അല്ലെങ്കിൽ ഒരു വഴി തെളിക്കുന്ന ഒരു മാർഗദർശിയാണ്. ഇതൊരു കോട്ടയാണ്. ഇതൊരു കോട്ടയാണ്. എല്ലാ ശിദ്ദത്തുകളിൽ നിന്നും എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന രക്ഷാ കവചമായ ഒരു മഹത്തായ ഒരു കോട്ടയാണ് ഇൽമ്. ആ കോട്ട കെട്ടി നൂറ്റാണ്ടുകളായി ഇവിടുന്ന് സർവ ഇൽമുകളും പഠിച്ചിറങ്ങുന്ന നല്ല ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന ഓടകത്തിന്റെ മണ്ണിൽ ഇവിടെ ബഹുമാനപ്പെട്ട സലീം ഉസ്താദിന്റെ ദർസിൽ നിന്നും പഠിച്ചിറങ്ങുന്ന പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾക്ക് സനദ് കൊടുക്കുന്ന എന്റെ അഭിവന്യനായ ഗുരുനാഥൻ ശൈഖുന അത്താശ്ശേരി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ എന്റെ അഭിവന്യനായ ഗുരുനാഥൻ, വിനയത്തിന്റെ പ്രതീകം. ഏത് ലോകത്ത് പോയാലും ഇത്രയും വലിയ വിനയത്തിന്റെ പക്വതയുള്ള ഒരു മഹാപണ്ഡിത ശ്രേഷ്ഠനെ നമുക്ക് കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ ഉലമ KP ഉസ്താദ്, അതുപോലെ എന്റെ ബഹുമാനപ്പെട്ട ശൈഖുന ബദറുൽ ഉലമ VA ശംസുദ്ദീൻ ഹസ്രത്ത് ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്തുക്കൾ ഈ അനുഗ്രഹീതമായ ഈ സ്ഥാപനത്തിന്റെ സന്നദ്ധാന മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ദർസ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സഹായികളായി മാറുക. ഒരു കളക്ഷനും ഞാൻ ഇന്ന് പറയുന്നില്ല. എന്താണോ വേണ്ടത് അതെല്ലാം നാല് വഴികളിൽ നിങ്ങളോട് പറയും. ഇൻഷാ അല്ലാഹ് അതെല്ലാം നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെ പോലെ തന്നെ ചേർത്ത് നിർത്തി ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഞാൻ വരുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗം കേട്ടുകൊണ്ടാ വരുന്നത്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഉസ്താദ് പറഞ്ഞെടുത്ത് നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങിയത്. ഉസ്താദ് പറഞ്ഞപ്പോൾ ആ പറഞ്ഞെടുത്ത് നിന്ന് തന്നെ ഞാൻ വീണ്ടും അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഖൈറുക്കും, നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠർ, മൻ തഅല്ലമൽ ഖുർആൻ, ഉസ്താദിനേക്കാൾ മഹത്വം പഠിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവരും വഅല്ലമഹു പഠിപ്പിക്കുന്നവരുമാണ്. അവിടെ നാട്ടുകാരെ പറഞ്ഞില്ലല്ലോ, ഞങ്ങളല്ലേ കാശ് കൊടുത്തത്, ഞങ്ങളല്ലേ ആഹാരം കൊടുത്തത്, ഞങ്ങളല്ലേ കൈമടക്ക് കൊടുത്തത്, ഞങ്ങളല്ലേ തുണി കൊടുത്തത്, ഞങ്ങളല്ലേ കിടക്ക കൊടുത്തത്. എന്നിട്ട് ഈ പഠിച്ചവരും പഠിപ്പിച്ചവരും മാത്രം ശ്രേഷ്ഠരാണെന്ന് പറയുമ്പോ ദീൻ ഞങ്ങളെ തള്ളിയോ? തള്ളിയിട്ടില്ല. മുട്ടോട് മുട്ട് ശുഭവസ്ത്രധാരിയായി, കാണാൻ മുഞ്ചനായി, തൂവെള്ള വസ്ത്രം ധരിച്ച് നല്ല കറുത്ത തലമുടിയുമായി ഒരു മനുഷ്യൻ മുട്ടോട് മുട്ട് ചേർത്ത് മുസ്തഫായ നബി തങ്ങളുടെ മുന്നിലിരുന്നിട്ട് എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ, ഏതാണ് അടയാളങ്ങൾ എന്ന് ചോദിച്ചപ്പോ ശക്തവും വ്യക്തവുമായ മറുപടി അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തുകൊണ്ടേയിരുന്നു. അവസാനം പറഞ്ഞത് സത്യമാണ്, സദഖ്ത 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 എന്ന് പറഞ്ഞിട്ട് സലാം ചൊല്ലി ഇറങ്ങിപ്പോയി. അടുത്തിരിക്കുന്ന സഹാബി വര്യരോട് അവിടുന്ന് ചോദിച്ചത്, ഈ വന്ന ആരെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ല നബി. ആരാ? എന്തായാലും ദൂരമുള്ള ആളല്ല. കാരണം യാത്രയുടെ യാതൊരു
യാതൊരു അടയാളങ്ങളുമില്ല. പക്ഷെ തീരെ അടുത്തുള്ള ആളുമല്ല, കാരണം ഞങ്ങൾക്ക് ആർക്കും ഇയാൾ അറിയേയില്ല. അപ്പൊ അള്ളാന്റെ മുത്ത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്താക്കും ജിബ്രീൽ, ഈ വന്നത് ജിബ്രീലാണ്, വേഷപ്രസന്നനായി നിങ്ങളുടെ മുന്നിൽ വന്നത് യുഅല്ലിമക്കും ദീനക്കും, നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. പഠിപ്പിക്കുക എന്ന മുഅല്ലിം എന്ന ടീച്ചർ എന്ന പദമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ പറ്റി പറഞ്ഞത്. മുഅല്ലിം ടീച്ചർ, പഠിപ്പിക്കുന്നവൻ, അധ്യാപകൻ എന്ന പദം അവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞു. പക്ഷേ ജിബ്രീൽ ഒരു വാക്ക് അവിടെ ആർക്കും പഠിപ്പിച്ചു കൊടുത്തില്ല. പഠിപ്പിച്ചു കൊടുത്തതൊക്കെ നബി തങ്ങളാണ്. പക്ഷേ അതിന് കാരണം ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. ചോദ്യം ചോദിച്ചുകൊണ്ട് കാരണക്കാരനായി. ഓടയത്ത് പഠിപ്പിച്ചതാരാ? ബഹുമാനപ്പെട്ട സംഭ്രമം സലീം ഉസ്താദ്. പഠിച്ചതാരാ? ഇവിടുത്തെ പൊന്നുമക്കൾ. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ പഠിപ്പിച്ചവരിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം ഉസ്താദ് പഠിപ്പിക്കാൻ സഹായികളായ നിങ്ങളും ടീച്ചർ അഥവാ മുഅല്ലിം എന്ന പദവി അലങ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളും ഈ ഭൂമി ലോകത്തെ ശ്രേഷ്ഠതയുള്ളവരിൽ പെട്ടിട്ടുണ്ട്. അത് ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്.